അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 തിങ്കളാഴ്ച. തിരുവനന്തപുരം ആമയിഴഞ്ചാന്തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത്. ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം ജോയിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ആമയിഴഞ്ചാന്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ മരണവാർത്ത ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നുവെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാസേന, അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ്, നാവികസേനയുടെ വിദഗ്ധ സംഘം, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമൈ മറന്ന് പ്രവർത്തിച്ചുവെന്നും അവരെയാകെ നാടിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നന്മയുള്ള എത്രമാത്രം മനുഷ്യഹൃദയങ്ങളാണ് ജോയിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുകയെന്നും പ്രാർത്ഥനകളെല്ലാം വിഫലമായെന്നും ജോയിയുടെ മരണവാർത്തയിലെ വേദന പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദിയും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ജോയിയുടെ വയോധികയായ മാതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഉണ്ടെന്നത് സർക്കാർ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേയുമാണെന്ന് K. സുധാകരൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച വരുത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ജീവൻ പണയപ്പെടുത്തി ജോയിയെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സ്തുത്യർഹമായ സേവനം നടത്തിയ ദൌത്യസംഘത്തിന്റെ സേവനം ആദരിക്കപ്പെടേണ്ടതാണെന്നും സുധാകരൻ പറഞ്ഞു. ആമയിഴഞ്ചാന്തോട്ടിൽ വീണ് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മൃതദേഹം വീട്ടിലെത്തിക്കും. ജോയിയുടെ പുരയിടത്തിലായിരിക്കും സംസ്കാരം. ജോയിയുടെ മൃതദേഹം ബന്ധുവും ഒപ്പം ജോലി ചെയ്തിരുന്നവരും സ്ഥിരീകരിച്ചുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇതുപ്രകാരം മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലർട്ട് തുടരും. ഓറഞ്ച് അലർട്ട് 6 ജില്ലകളിലേക്ക് നീട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലാണ് പുതുതായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടായിരിക്കും. കൂടാതെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്ന് PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി. പഴുതുകൾ അടച്ചുള്ള വിവരങ്ങളുമായി പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റിലുള്ള ഭാര്യയ്ക്ക് കോഴിക്കോട് നിയമനം നൽകാൻ വേണ്ടി ശ്രീജിത്ത് വിളിച്ചിരുന്നു. PSC നിയമനവുമായി ബന്ധപ്പെട്ടല്ല ശ്രീജിത്തുമായി സ്ഥല ഇടപാടിന് ശ്രമിച്ചതെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലായ പാർട്ടി സഖാവിന്റെ സ്ഥലം വാങ്ങി സഹായിക്കാൻ ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പ്രമോദ് പറഞ്ഞു. കൊങ്കൺ പാതയിൽ വീണ്ടും മണ്ണിടിച്ചൽ. കനത്ത മഴയെ തുടർന്ന് ട്രാക്കിലേക്ക് വീണ മണ്ണ് ഇനിയും നീക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി. ഉച്ചയ്ക്ക് 12:45 പൻവേലിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനാണ് റദ്ദാക്കിയത്. സ്റ്റേഷനുകളിൽ കുടുങ്ങിയ മുംബൈയിലേക്കുള്ള യാത്രക്കാർക്ക് റെയിൽവേ പ്രത്യേക ബസ് സർവീസുകൾ ഏർപ്പെടുത്തി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കണ്ണൂർ തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച AR ക്യാമ്പ് ഡ്രൈവർ K. സന്തോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെട്രോൾ അടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വധശ്രമം. പ്രതിയെ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ CPMൽ ചേർന്ന സുധീഷ് വീണ ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ DYFIക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതി. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് ഇയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും.
സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് ഇത്തവണ മത്സരത്തിനെത്തുന്നത് 160 സിനിമകൾ. ഇത്രയും സിനിമകൾ മത്സരത്തിനെത്തുന്നത് മലയാള സിനിമ അവാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രങ്ങൾ അന്തിമ ജൂറി വിലയിരുത്തി പുരസ്കാരം പ്രഖ്യാപിക്കും. കോട്ടയം കൂരാപ്പുഴ പഞ്ചായത്ത് ഭരണം UDF നേടി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ UDFൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അമ്പിളി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിൽ 7 അംഗങ്ങളുള്ള LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ BDJSന്റെ ഒരംഗം UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതോടെ LDFനൊപ്പം UDFനും 7 അംഗങ്ങളുടെ വോട്ട് ലഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി ലിഫ്റ്റിൽ രോഗി 42 മണിക്കൂർ കുടുങ്ങി. ഉള്ളൂർ സ്വദേശി രവീന്ദ്രനാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചത് ഇന്ന് പുലർച്ചെയാണ്. ലിഫ്റ്റ് പെട്ടെന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും അലാറം പലവട്ടം അടിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും രവീന്ദ്രൻ വ്യക്തമാക്കി. ലിഫ്റ്റിനുള്ളിലെ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടും ആരും സഹായത്തിനെത്തിയില്ലെന്നും രവീന്ദ്രൻ പറഞ്ഞു. നടുവേദനയെ തുടർന്ന് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കാണുന്നതിനായാണ് രവീന്ദ്രൻ OP വിഭാഗത്തിലെത്തിയത്. രവീന്ദ്രൻ കയറിയത് തകരാറിലായ ലിഫ്റ്റിലായിരുന്നു. രവീന്ദ്രന്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടി തകരാറിലായതിനാൽ താൻ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം ആരെയും വിളിച്ചറിയിക്കാൻ സാധിച്ചില്ല. ഇതിനിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ലിഫ്റ്റ് ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു. ഞായറാഴ്ചയായതിനാൽ അടുത്ത ദിവസവും ആരും ലിഫ്റ്റിനടുത്ത് എത്തുകയോ തുറക്കുകയോ ചെയ്തില്ല. പിന്നീട് തിങ്കളാഴ്ച രാവിലെയോടെ ലിഫ്റ്റ് തകരാർ പരിഹരിക്കുന്നതിനായി തൊഴിലാളികൾ എത്തി തുറന്നപ്പോഴാണ് അവശനിലയിൽ രവീന്ദ്രനെ കണ്ടെത്തിയത്. ഇതിനിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് രവീന്ദ്രനെ കാണാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആശുപത്രിയിൽ പരാതി നൽകിയിരുന്നു. മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ 42 മണിക്കൂർ കുടുങ്ങിക്കിടന്ന സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. TP വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ KC രാമചന്ദ്രൻ, മനോജ് എന്നിവർ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കേസിൽ PK കുഞ്ഞനന്ദനെ ഹൈക്കോടതി വിധിച്ച പിഴ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ശാന്ത നൽകിയ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസ് ബേല M ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങി ഉത്തർപ്രദേശിലെ സൽഖാൻ ഫോസിൽ പാർക്ക്. 650 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകളാണ് സോൻഭദ്ര ജില്ലയിലെ ഫോസിൽ പാർക്കിലുള്ളത്. 2026 യുനെസ്കോ സൽഖാൻ ഫോസിൽ പാർക്കിന് പൈതൃക പദവി നൽകിയേക്കും. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സർക്കാരിനോട് ബസ് ചാർജ് 20% വരെ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി പദ്ധതി നടപ്പാക്കിയതോടെ കഴിഞ്ഞ 3 മാസത്തിനിടെ 295 കോടിയുടെ നഷ്ടമാണ് കർണാടക RTCക്കുണ്ടായത്. നഷ്ടം നികത്താനും വകുപ്പ് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കർണാടക RTC ചെയർമാൻ SR ശ്രീനിവാസ് വ്യക്തമാക്കി. ഈ വർഷത്തെ CUET UG ഫലം ജൂലൈ 22 പ്രസിദ്ധീകരിക്കും. അതിനിടെ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19 വീണ്ടും പരീക്ഷ നടത്തും. ഓൺലൈനായാണ് പരീക്ഷ നടത്തുകയെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്ക് തിരിച്ചടിയായതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ലക്നൌവിൽ ചേർന്ന വിശാല നേതൃയോഗത്തിലാണ് യോഗിയുടെ പരാമർശം. പ്രതിപക്ഷം ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചാരണം നടത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്നും എന്നാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തന്നെ വിജയിക്കുമെന്നും യോഗി പറഞ്ഞു. കൊളംബിയയെ 1 ഗോളിന് കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു. കൊളംബിയയ്ക്ക് കണ്ണീർ മടക്കം. ലൗട്ടാറോ മാർട്ടിനസിന്റെ ഗോളിനാണ് അർജന്റീനയുടെ വിജയം. അർജന്റീനയുടെ തുടർച്ചയായ 2ാം കോപ്പ കിരീടമാണിത്. നേരത്തെ മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചിരുന്നില്ല. നായകൻ ലയണൽ മെസ്സി 2ാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. കളിയുടെ 112-ാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായെത്തിയ ലൗട്ടാറോ മാർട്ടിനസിലൂടെ അർജന്റീന 16ാം കോപ്പ കിരീടത്തിൽ മുത്തമിട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.